നമസ്കാരം. ബന്ധു നിയമന വിവാദത്തിൽ ഇ.പി. ജയരാജനും പി.കെ. ശ്രീമതിക്കും CPIM കേന്ദ്ര കമ്മിറ്റിയുടെ താക്കീത്. ഇരുവരും കേന്ദ്ര കമ്മിറ്റിയിൽ ഖേദപ്രകടനം നടത്തി. പി.കെ. ശ്രീമതിയുടെ മകൻ സുധീറിനെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആയി നിയമിക്കാൻ ഇ.പി. ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ ശ്രമിച്ചത് തെറ്റായ നടപടിയാണെന്നായിരുന്നു CPM പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ശ്രീമതിക്കും ജയരാജനുമെതിരെ CC നടപടി സ്വീകരിച്ചത്. ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിലും തന്റെ ഭാഗം പാർട്ടി നേതൃത്വത്തിന് എഴുതി നൽകിയിരുന്നു. പി.കെ. ശ്രീമതി തന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു. പാർട്ടി അറിയാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാട് CC ആവർത്തിച്ചു. എന്നാൽ തന്റെ മകന്റെ നിയമനത്തിലൂടെ പാർട്ടിക്കുണ്ടായ പ്രതിസന്ധിയിൽ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ ഖേദം രേഖപ്പെടുത്തി. ജയരാജനും ശ്രീമതിക്കുമെതിരെ കടുത്ത നടപടി വേണ്ടെന്നായിരുന്നു PBയിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി അനിവാര്യമാണെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിലപാട് സ്വീകരിച്ചു. ഇ.പി. ജയരാജനും പി.കെ. ശ്രീമതിക്കുമെതിരായ കേന്ദ്ര കമ്മിറ്റി നടപടി സീതാറാം യെച്ചൂരി സ്ഥിരീകരിച്ചു. The two comrades, very senior comrades, big senior leaders of our party, Comrade E.P. Jayarajan and Comrade Srimati, have both also given their explanations where they express their regret at what all that has happened. So, the Central Committee, on the basis of the Kerala State Committee's report and these letters by both these comrades, had decided to warn both these comrades. So, the warning has been issued by the Central Committee. ഇതിനിടെ സംസ്ഥാന ഭരണത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കുറിപ്പ് നൽകി. അഴിമതിക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്നും പോലീസിനെ നിലയ്ക്ക് നിർത്തണമെന്നും കുറിപ്പിൽ VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. പല വിവാദങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നതായും VS കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. കുറിപ്പ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് രാവിലെ വിതരണം ചെയ്തു. എന്നാൽ VSന്റെ ആവശ്യം ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന കമ്മിറ്റിയിലാണെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. A delegation from the party center was there. 5 PB members attended. We had to say what had to be said and what will have to be announced. That will be announced from there. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ വിവിധ മതേതര പാർട്ടികളുമായി ചർച്ച നടത്താനും CPM തീരുമാനിച്ചു. റിപ്പോർട്ടർ, ദില്ലി. നമ്മോടൊപ്പം NP ചേക്കുട്ടി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ KS ഡേവിഡ്, NM പിയേഴ്സൺ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, LDF മന്ത്രിസഭയുടെ കാലത്ത് ഇങ്ങനെയൊരു വിവാദം ഉണ്ടായപ്പോൾ ആദ്യം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി, പിന്നീട് വിജിലൻസ് കേസെടുത്തു, ഇപ്പോൾ പാർട്ടി അച്ചടക്ക നടപടിയും എടുത്തിരിക്കുന്നു. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ, രമേശ് ചെന്നിത്തലയുടെ പേരിൽ, അനൂപ് ജേക്കബിൻ്റെ പേരിൽ ഇത്തരം ആക്ഷേപമുണ്ടായപ്പോൾ ആ ആക്ഷേപങ്ങളെ UDF മൗനം കൊണ്ടാണ് നേരിട്ടത്. വേറിട്ടൊരു സമീപനം CPMൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ഒരിക്കലും അത് ശരിയല്ല നികേഷേ. UDF ഗവൺമെൻറ് കാലത്ത് അന്നത്തെ മന്ത്രിമാർക്കെതിരെ ഉയർന്നു വന്നത് ആരോപണങ്ങൾ മാത്രമാണ്. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല, തെളിവുകളില്ല. അതേസമയം ഇവിടെ E.P. ജയരാജനെതിരെ ഉയർന്നു വന്നത് ഒരു ആരോപണമല്ല, അത് വളരെ അടിസ്ഥാനമുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷനാണ്. കോടതിക്ക് പുറത്ത് ഒരു പ്രതി കുറ്റം സമ്മതിക്കുന്നതിനാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ ജയരാജൻ കൺഫെക്ഷൻ നടത്തിയിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അത് ഏറ്റുപറഞ്ഞിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അത് ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അത് അംഗീകരിച്ചു. കുറ്റം ചെയ്തു. കുറ്റത്തിനുള്ള ശിക്ഷ വധശിക്ഷയാകാം, ജീവപര്യന്തമാകാം, 12 വർഷമാകാം, 7 വർഷമാകാം, താക്കീതാകാം. എന്തായാലും ജയരാജൻ ഈ കുറ്റം ചെയ്തു എന്ന് പാർട്ടി സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ വളരെ ഗുരുതരമായ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു വിജിലൻസ് ഡയറക്ടറെ മാറ്റി. എന്തിനാ മാറ്റിയത്? വിജിലൻസ് ഡയറക്ടർ ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ ഡയറക്ടറെ മാറ്റിയതിൻ്റെ പിന്നിൽ ജയരാജൻ്റെ ഈ കേസ് ഒതുക്കാനുള്ള നീക്കമുണ്ട്. വിജിലൻസിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് ജേക്കബ് തോമസ് ഇരുന്നാൽ ഒരു കാരണവശാലും ജയരാജനെ രക്ഷപ്പെടുത്താനാവില്ലെന്ന് പിണറായി വിജയൻ അറിയാം. മാത്രമല്ല, ഈ ജയരാജൻ്റെ ബന്ധു നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരിക്കലും നടക്കില്ല. ജയരാജൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണി വന്നിട്ടുണ്ട്. അന്വേഷണം നടത്തിയാൽ, അന്വേഷണം ശരിയായ വഴിക്ക് പോയാൽ ആരൊക്കെ കുടുങ്ങുമെന്ന് അന്വേഷണത്തിൻ്റെ അവസാനം പറയാം. ഒരു മന്ത്രി പ്രതിയായ കേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പബ്ലിക് DGP ഹാജരായിട്ടില്ല, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായിട്ടില്ല. ഒരു GP ആണ് ഹാജരായത്. കോടതി നേരിട്ടല്ലല്ലോ തെളിവുകൾ സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് കൊടുക്കുന്ന, വിജിലൻസ് കൊടുക്കുന്ന തെളിവാണ്
കോടതി അംഗീകരിക്കുന്ന ഇക്കാര്യത്തിൽ ശ്രീ എൻ പി ചേക്കുട്ടി ഇ പി ജയരാജൻ തനിക്കെതിരായിട്ടുള്ള FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേസ് പിൻവലിക്കാമെന്ന് വിജിലൻസിനോട് ആവശ്യപ്പെടുകയാണ്. ഏതാണ്ട് FIR റദ്ദാക്കുന്നതിനോളം പോന്ന നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഞാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചതിലേക്ക് മടങ്ങി വരട്ടെ. അനൂപ് ജേക്കബിന്റെ ഭാര്യയ്ക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പദവി നൽകിയിരുന്നു. അത് സംബന്ധിച്ച് വിജിലൻസിൽ ഒരു റിപ്പോർട്ട് ഇപ്പോഴും സർക്കാരിൻ്റെതായ റിപ്പോർട്ട് ഇപ്പോഴും വിജിലൻസ് കോടതിയുടെ പരിഗണനയിലാണ്. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ കുഞ്ഞിലമ്പള്ളിയെ സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാനായി നിയോഗിച്ചു. അതും ജി സുധാകരൻ കൊണ്ടുവന്ന ചില നിബന്ധനകൾ എടുത്തു കളഞ്ഞുകൊണ്ടാണ് കുഞ്ഞിലമ്പള്ളിയെ നിയോഗിച്ചത് എന്നുള്ളത് ആ കാലഘട്ടത്തിലെ പത്രവാർത്തയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ബന്ധുവിനെക്കുറിച്ചും സമാനമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. UDF നിന്ന് വ്യത്യസ്തമായി LDF ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണോ, അതോ LDF പ്രത്യേകിച്ച് CPM പവർ പൊളിറ്റിക്സ് ആണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ? എനിക്ക് തോന്നുന്നത് CPM ഭരണം വന്ന ഉടനടി തന്നെയാണ് ഈ വിഷയങ്ങൾ വന്നത്. അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് അന്ന് എടുത്തത്. ജയരാജനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമല്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി കോടിയേരി എടുത്തത്. അവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും തിരുത്തലുകൾ വേണമെന്നുമുള്ള പൊസിഷനാണ് എടുത്തത്. അപ്പം അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന UDF പ്രശ്നങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വിഷയം വന്നു, ആ വിഷയം വരാനിടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയത് അവിടെയുള്ള ബന്ധപ്പെട്ട പാർട്ടിയുടെ CPM പ്രാദേശിക നേതൃത്വം തന്നെയാണ് ഈ പരാതി മുകളിലേക്ക് അയച്ചത്. അപ്പം യഥാർത്ഥത്തിൽ CPM തന്നെ ഉള്ള വിഭാഗങ്ങളാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടിയെടുത്തത്. ആ തരത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. CPM ഒരു തിരുത്തൽ ശക്തിയുണ്ട്, പാർട്ടിക്കകത്ത് തന്നെ ആഭ്യന്തരമായ ഒരു തിരുത്തൽ ശക്തിയുണ്ട്. ഇതിപ്പം കോടതിയിൽ നിൽക്കുവാൻ പോകുന്ന ഒരു വിഷയമാണോ, വിജിലൻസിന് ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായിട്ട് അദ്ദേഹം രാജിവെച്ചു. ഈ പറയുന്ന അപ്പോയിൻമെന്റ് ഓർഡറുകളൊക്കെ റദ്ദാക്കി, നിയമനങ്ങൾ റദ്ദാക്കി. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് വിജിലൻസിന് മുമ്പിലേക്ക് പോവുക? വിജിലൻസ് ഇതിനകത്ത് ഇനി എവിടെയാണ് വിജിലൻസിന് റോൾ ഉള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഒരു അധികാര ദുർവിനിയോഗം എന്ന മട്ടിൽ അതിനെക്കുറിച്ച് ഒരു പക്ഷേ ഒരു അക്കാദമിക് ആയിട്ടുള്ള ഡിബേറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. കാരണം ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ രംഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞു. ആ നിലയിൽ പാർട്ടിക്കകത്ത് ഇന്ന് നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു തിരുത്തൽ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. CPM ഇപ്പോഴും കുറേ കൂടി ഊർജ്ജസ്വലതയുള്ള ഒരു ലീഡർഷിപ്പ് താഴെ തട്ടിലെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന സംഗതിയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേന്ദ്ര കമ്മിറ്റി എടുത്ത നിലപാടും ആ ഒരു സമീപനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. മുമ്പ് 2 കോടി വിവാദം വന്നപ്പോൾ ഇ പി ജയരാജനെ താൽക്കാലികമായി ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് ദേശാഭിമാനി നീക്കിയെങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ ഇ പി ജയരാജൻ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് തിരികെ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നടപടികൾ ഇ പി ജയരാജൻ്റെ ബന്ധുവിനെ നിയമിക്കുന്നു എന്നുള്ള മാധ്യമ വാർത്ത വന്ന ഉടൻ തന്നെ ഇ പി ജയരാജൻ ആ നടപടി റദ്ദ് ചെയ്തു. രണ്ടാമത്തേത് താൻ ആ സ്ഥാനത്തേക്കില്ല എന്ന് സുധീർ തന്നെ വ്യക്തമാക്കി കത്ത് നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് ആ വിഷയം വരുമ്പോൾ സർക്കാർ ഖജനാവിന് നഷ്ടമില്ല എന്ന നിലയിൽ, അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു നിയമനം നടത്തിയിട്ടില്ല എന്നുള്ള പേരിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് നിയമ നടപടികൾ ആ നിലയിലേക്ക് പോകുന്നത്. എന്നിട്ടും ഇ പി ജയരാജന് തുടർച്ചയായി നടപടികൾ നേരിടേണ്ടി വരുന്നു. ഇ പി ജയരാജൻ എത്ര കണ്ട് വിശ്വസ്തനായിരുന്നിട്ടും ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ഡൈനാമിസം എന്താണ്? അത് വളരെ ക്ലിയറാണ്. കേരളത്തിൻ്റെ പൊതുഖജനാവിൻ്റെ പ്രശ്നവും CPM നൈതികമായ മര്യാദകളും രണ്ടും രണ്ടാണ്. അപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ എന്ത് ഇടപെടാനാണ് ഇനിയുള്ളത്? വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിൻ്റെ പൊതുധനം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജിലൻസിന് ഇതിനകത്ത് ഇടപെടാൻ സാധ്യത കുറവാണ്. പക്ഷെ അവിടെയല്ല പ്രശ്നം. ഒരു CPM സമുന്നതമായ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരു അംഗം ഒരിക്കലും ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, പാർട്ടിയുടെ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തുന്നതാണ്. പാർട്ടി സംഘടനാ തലത്തിലും പാർട്ടിയുടെ നേതാക്കൾ വ്യക്തിപരമായ തലത്തിലും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതകളും കാണിക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായിട്ട്
ശക്തമായിട്ടുള്ള റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് സ്വജനപക്ഷപാതം എന്ന് പറയാവുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നേതാവ് പൊതുസമൂഹത്തിന് മുമ്പിൽ ചെയ്ത തെറ്റ് തന്നെയാണ്. അത് തിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ചെയ്തത്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ചെയ്തൊരു കാര്യം കൂടി, കേന്ദ്ര കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയം കൊണ്ടുവരികയും സംഭവങ്ങൾക്ക് ഒരു തിരുത്ത് ആവശ്യമാണ്, നടപടികൾ ആവശ്യമാണെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താക്കീത് നൽകാൻ തീരുമാനിക്കുകയും ആ താക്കീത് പരസ്യമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ജനറൽ സെക്രട്ടറി എന്ന് വിശദീകരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത ഒരു ശിക്ഷ തന്നെയാണ്. വളരെ ചെറിയ ശിക്ഷയല്ല, വളരെ കടുത്ത ഒരു ശിക്ഷ തന്നെയാണ്. കാരണം ജനറൽ സെക്രട്ടറി ഈ കാര്യം പരസ്യമായിട്ട് പറയുന്നതിലൂടെ ഈ പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ ആരെയും സമ്മതിക്കുന്നില്ല എന്ന ഒരു ശക്തമായ താക്കീതിനകത്തുണ്ട്. അത് വളരെ നല്ലൊരു സ്വാഗതാർഹമായ കാര്യമാണ്. മറ്റു പാർട്ടികൾക്ക് കൂടി അത് ഒരു മാതൃകയാവേണ്ടതുമാണ്. മറ്റു പാർട്ടികൾക്ക് കൂടി അത് മാതൃകയാകുമോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? നേരത്തെ നിറഞ്ഞ പേരുകളെല്ലാം തന്നെയും മുമ്പ് മാധ്യമ വാർത്തകളായി രൂപപ്പെട്ടിരുന്നു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അത് ബന്ധു നിയമനങ്ങളാകാതിരിക്കുമോ? അല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ ഈ ഒരവസ്ഥ ഇനിയുള്ള മന്ത്രിസഭകൾക്ക് ഒരു മാതൃകയായി മേലിൽ രക്തബന്ധമുള്ളവരെ ധൃതി പിടിച്ച് തലപ്പത്ത് നിശ്ചയിക്കുക എന്ന ഒരു പ്രവണത അവസാനിക്കപ്പെടുമോ? നികേഷേ, ചേക്കൂട്ടിയുടെ വാദം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ 31(1)(d)(2) എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചിട്ട് നമുക്കറിയാം, ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ, മാനേജിംഗ് ഡയറക്ടർമാരെ നിയമിക്കുന്നതിന് സർക്കാർ റിയാബ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ റിയാബ് കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് MBA ഡിഗ്രി വേണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് 5 വർഷമെങ്കിലും മിനിമം പ്രവർത്തിച്ചിരിക്കണം. മാത്രമല്ല, ഈ റിയാബിൻ്റെ ഇൻ്റർവ്യൂ പരസ്യമാക്കി ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഏറ്റവും യോഗ്യതയുള്ള ആളിനെ തിരഞ്ഞെടുക്കണമെന്നാണ് റിയാബ് അനുശാസിക്കുന്നത്. ഇവിടെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് നിയമനം നടത്തിയിരിക്കുന്നത്. മറ്റ് യോഗ്യത ഉള്ള ആളുകൾക്ക് കിട്ടേണ്ട ഒരു പദവി യോഗ്യതയില്ലാത്ത ഒരു ബന്ധുവിന് കൊടുത്തത് വഴിയാണ് ഇദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയത്, സ്വജനപക്ഷപാതം നടത്തിയത്, അഴിമതി നടത്തിയത്. ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു, നികേഷ് തന്നെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന നിയമനം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഒരു നിയമനം നടന്നിട്ടില്ല, അനൂപ് ജേക്കബിൻ്റെ വകുപ്പിൽ ഒരു നിയമനം നടന്നിട്ടില്ല. ചെന്നിത്തല ഇതിനെക്കുറിച്ചൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത്തരം അഴിമതി നടന്നിട്ടില്ലെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ അന്വേഷണം തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായി പറയണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജയരാജൻ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇന്ന് 2 കോടി വാങ്ങിച്ചു. അദ്ദേഹത്തെ ആദ്യം ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ജനങ്ങളെ പറ്റിച്ചു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. എന്നിട്ട് ജനങ്ങളിത് മറന്നപ്പോൾ തിരിച്ച് അതേ സ്ഥാനത്ത് കൊണ്ടുവന്നു. അതുപോലെ ഇതൊരു വിവാദമായി ആളിപ്പറന്നപ്പോൾ ആ വിവാദം ഒന്ന് തണുപ്പിക്കാൻ, ഒന്ന് കെട്ടടങ്ങാൻ ജയരാജനെ രാജിവെപ്പിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ജയരാജനെ രക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ FIR കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കോടതിക്ക് കൊടുക്കുന്ന FIR ആര് തയ്യാറാക്കുന്ന? ഗവൺമെൻറ് തയ്യാറാക്കുന്നതാണ്, പോലീസ് തയ്യാറാക്കുന്നതാണ്. അതിനകത്ത് ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കേസ് എഴുതി തള്ളാനാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, കോടതി വിജിലൻസ് ഡയറക്ടറെ മാറ്റണമെന്ന് പറഞ്ഞു. വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ എവിടെ പറഞ്ഞു? അങ്ങനെ മാറ്റാൻ കോടതി പറഞ്ഞാൽ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അഡ്വക്കേറ്റ് ജനറലോട് പറയണം കോടതിയുടെ ഉത്തരവിൻ്റെ കോപ്പി കൊണ്ടുവരാൻ. കോപ്പിയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റേണ്ടത്, അല്ല ചാനൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസ് ഡയറക്ടറെ എങ്ങനെ മാറ്റുന്നത്? അപ്പോൾ കേരളത്തിലെ വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ തക്കം പാർത്തിരുന്ന പിണറായി വിജയൻ കോടതിയുടെ മേൽ പഴിചാരി അദ്ദേഹത്തെ മാറ്റിയത് തന്നോടൊപ്പം നിൽക്കുന്ന ചില അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇവിടെ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരാണെന്ന് വീരവാദം മുഴക്കിയതല്ലാതെ ഏത് കാര്യത്തിലാണ് അഴിമതിക്കെതിരെ ഒരു പോരാട്ടം ഈ ഗവൺമെൻറ് നടത്തിയത്? നികേഷ് പറ.
തുടരുക. ശ്രീ എൻ പി ചേക്കുട്ടി, ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഖണ്ഡിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒന്ന്, KSIക്ക് MD നിയമനത്തിന് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. റിയാബിൻ്റേത് നിർദ്ദേശങ്ങൾ മാത്രമാണ്, ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്നില്ല. രണ്ടാമത്തേത് വിജിലൻസിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സമർപ്പിച്ച FIRൽ ഹൈക്കോടതി പറയുന്നത് കൂടുതൽ തെളിവുകളില്ല എങ്കിൽ ഈ FIR റദ്ദ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ റദ്ദ് ചെയ്യുന്നില്ലെങ്കിൽ ഭാവി നടപടികൾ കോടതി പറയാം എന്നാണ്. അപ്പോൾ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന നിലയിലുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് മറ്റൊരു കാര്യം ശരിയാണ്. UDF കാലത്തെ ബന്ധു നിയമനങ്ങൾ കൂടി കോടതിയിലെത്തിയിരുന്നു. ആ കാര്യത്തിൽ വിജിലൻസ് തന്നെ പറഞ്ഞിട്ടുള്ളത് അതിൽ കേസെടുക്കാൻ തെളിവുകളൊന്നുമില്ല എന്നാണ്. പക്ഷേ വിജിലൻസ് കേസെടുക്കാൻ തെളിവുകളില്ല എന്ന് പറയുമ്പോൾ തന്നെ സമാന്തരമായി കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് EP ജയരാജനെതിരായ FIR റദ്ദ് ചെയ്യുന്നതിന് സമാനമായ നിരീക്ഷണം ഉണ്ടായി എന്നുള്ളത് പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഞാൻ ശ്രീ എൻ പി ചേക്കുട്ടി താങ്കളിലേക്ക് തന്നെ മടങ്ങി വന്നാൽ, ഇത് എത്ര കണ്ട് CPMലെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? EP ജയരാജൻ 2ാം സ്ഥാനക്കാരനായി വളരുന്നു എന്നുള്ളത് CPMലോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ വെപ്രാളമുണ്ടാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഒരുപക്ഷെ കോടതിക്ക് കേസെടുക്കണം എന്ന് പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കീഴ്വഴക്കങ്ങളുള്ള കാര്യത്തിൽ ഇത്രയും കടുത്ത നടപടികളിലേക്ക് പോയത്? അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ വിഷയം കോടതിയിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മൾ കോടതിയിൽ നിയമവിദഗ്ധർക്ക് വിട്ടുകൊടുക്കുക വേണ്ടത്. എത്രത്തോളം ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, വിജിലൻസിന് അതിലെന്ത് റോളുണ്ട്, ആ കേസിന് ഇനി ലീഗലായിട്ട് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു അത് വലിയൊരു പ്രസക്തിയുള്ള വിഷയമല്ല. രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, CPMനെ സംബന്ധിച്ചിടത്തോളം CPMലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാവാണെങ്കിൽ പോലും അഴിമതിയുടെ വിഷയം വന്നാൽ, സ്വജനപക്ഷപാതത്തിൻ്റെ വിഷയം വന്നാൽ നടപടിയെടുക്കും എന്ന നിലപാട് അന്ന് തന്നെ പാർട്ടി പറഞ്ഞതാണ്. ആ നടപടി എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം നേതാക്കളെ, സ്വന്തം പ്രവർത്തകരെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ വ്യക്തിഗതമായിട്ടുള്ള പ്രതിച്ഛായയും പാർട്ടിയുടെ പ്രതിച്ഛായയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ സമ്മേളനത്തിന് ശേഷം ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞത്, അത് പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള തർക്കങ്ങളുമായിട്ടോ അദ്ദേഹം 2ാം സ്ഥാനത്ത് ഇരിക്കുന്നത് വീണ്ടും ഇരിക്കാനുള്ള ശ്രമവുമായിട്ടോ ഒന്നും ബന്ധപ്പെടുത്തേണ്ടതില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പാർട്ടിയുടെ പബ്ലിക് ഇമേജ്. ഇത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ജനറൽ സെക്രട്ടറി വളരെ ശക്തമായ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നം, ജയരാജൻ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പം നടപടിയെടുക്കുകയും ആ നടപടി പരസ്യപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജയരാജനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഒരു നീക്കം നടത്തിയാൽ അത് കേന്ദ്ര കമ്മിറ്റി സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ജയരാജൻ കുറേ കാലം കൂടി പുറത്തേക്ക് തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇമേജ് നഷ്ടത്തിന്റെ പ്രശ്നമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം ജയരാജന്റെ വ്യക്തിയുടെ ഈ മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യത്തെ വിവാദമായിട്ടാണ് പൊതുസമൂഹം ബന്ധുക്കളെ ഇങ്ങനെ ഉന്നത പദവികളിൽ നിയോഗിക്കുന്നതിനെയൊന്നും ശരിയായ വിധത്തിലായിരിക്കില്ല എടുക്കുക, അവർക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അങ്ങനെ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെട്ടാൽ ജനങ്ങൾ, പൊതുസമൂഹം പൊതുവെ അതിനോടൊരു നെഗറ്റീവ് സമീപനമാണ് സ്വീകരിക്കുന്നത്. EP ജയരാജനെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെയുള്ള മന്ത്രിമാർക്കെതിരെയും എല്ലാം തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിലയിലുള്ള ഒരു സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിലാണ് മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ബന്ധു നിയമനങ്ങൾ അവസാനിക്കുമെന്ന് കരുതാമോ? UDF ഭരിക്കുന്ന കാലത്ത് ഇത്തരം ബന്ധു നിയമനങ്ങൾ നടത്തിയാൽ ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരം വഴിവിട്ട രീതിയിലുള്ള ഇത്തരം നിയമനങ്ങൾ അംഗീകരിക്കാനായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പാർട്ടിക്കും കൃത്യമായിട്ട് അറിയാം. ആ രാഷ്ട്രീയ ധാർമ്മികത വെച്ചുകൊണ്ടാണ് ഇത്തരം നടപടികൾ എടുത്തിട്ടുള്ളത്. ഇതിനെ ചങ്കൂറ്റം കാണിക്കാവുന്ന ഏക പാർട്ടി CPM ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഭാരതത്തിലെ ഒരു പാർട്ടിക്കും സമുന്നതരായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ചങ്കൂറ്റം കാണില്ല. ഉണ്ടെങ്കിൽ അവർ വേറെ പാർട്ടി ഉണ്ടാക്കി പുറത്തു പോയി കാണും. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികത പുലർത്തുന്നതിന് വേണ്ടി CPM എടുത്തൊരു നടപടി അത് ജനം അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോടതി പോലും ആവശ്യപ്പെട്ടത് ഈ തെളിവില്ലാത്തൊരു കേസ് എന്തിനാണ് കൊണ്ടു നടക്കണമെന്ന്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളൂ. പക്ഷേ ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഇത്ര ആഗോള വ്യാപകമായ ഒരു ചർച്ചയൊന്നും നടത്തേണ്ട കാര്യം ഇതിനകത്തില്ല.
ഇന്നിപ്പോൾ കൂടിയ സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ ആ കാര്യത്തിൽ കൃത്യമായ ഉചിതമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തീരേണ്ട പ്രശ്നമാണിത്. അത് പാർട്ടി വളരെ കൃത്യമായിട്ട് ആ ധാർമ്മികത പുലർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു പ്ലീനം കൂടിയ പാർട്ടിയാണ് CPIM. എന്നിട്ടും PK ശ്രീമതിയെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചും EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ വീഴ്ചയിൽ ഒരുപക്ഷെ ഈ മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം വ്യവസായ വകുപ്പ് എന്ന് പറയുമ്പോൾ CPMൻ്റെ ഒരു അധികാര പദവിയിൽ 2ാം സ്ഥാനമാണ്. അങ്ങനെ ഒരു അധികാര പദവിയിൽ എത്തുന്ന EP ജയരാജൻ ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും അദ്ദേഹത്തിനെതിരെ വിവാദമുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായി വിവാദമുണ്ടാകും. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വികസന കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് EP ജയരാജനായിരുന്നു. എങ്ങനെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുന്നു? ഒരുപക്ഷെ സൂക്ഷ്മക്കുറവുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ അപാകതകളും അപര്യാപ്തകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് ഉടനെ തന്നെ തിരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുത്താതെ 5 കൊല്ലം നടന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് സംഭവിച്ചതിന് ശേഷം ദിവസങ്ങൾക്കകം തന്നെ ഒരു തിരുത്തുണ്ടാകുകയും അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുത്താൻ കഴിയുന്ന ഒരവസ്ഥ, തെറ്റുകൾ മനസ്സിലാക്കാനും തിരുത്താനും കഴിയുന്ന ഒരു വലിയ മാനസിക ഭാവം അത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ സദാചാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ KS ഡേവിഡ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഭരണനിർവഹണത്തിൽ അപകടം പറ്റാം, തെറ്റുകൾ പറ്റാം. അത് തിരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് എന്ന് ഡോക്ടർ KS ഡേവിഡ് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, ഡോക്ടർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. ഈ ബന്ധു നിയമനം നടന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ജയരാജനെ കണ്ട് ഈ ബന്ധു നിയമനത്തെക്കുറിച്ചോ ചോദിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ കമൻറ്റ് കേരളത്തിലെ പൊതുജന സമൂഹത്തിൻ്റെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പാസ്സാക്കിയത്? എനിക്ക് സൗകര്യമുള്ളവരെ നിയമിക്കും, ആരാ നിങ്ങൾ ചോദിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പാസ്സാക്കിയ കമൻറ്റ് നികേഷിനും അറിയാം. അതിനുശേഷം ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വലിയ ഭൂകമ്പമാക്കി മാറ്റിക്കഴിഞ്ഞ് പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള സംഭവമാണ്, അത് ഞാൻ വളരെ ഗൗരവത്തിലെടുക്കും. മുഖ്യമന്ത്രി അത് ഗൗരവത്തിലെടുത്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തതിന് ശേഷമാണ് പിന്നീട് ജയരാജൻ തിരുത്താനും കുറ്റം സമ്മതിക്കാനും ഒക്കെ തയ്യാറായത്. അല്ലാതെ പത്രക്കാരിത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ജയരാജന് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ഒരിക്കലും ചൂടാകത്തില്ല. ചൂടായ രംഗം നമ്മുടെ ഇതിലുണ്ട്. മാത്രമല്ല, ഇന്നലെ അവിടെ നടന്ന സെൻട്രൽ സെക്രട്ടറി യോഗത്തിൽ എന്തുകൊണ്ട് ജയരാജൻ പങ്കെടുത്തില്ല? ശ്രീമതി ടീച്ചർ പങ്കെടുത്തല്ലോ. അപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ജയരാജൻ്റെ ആബ്സെൻസ് മുതലാക്കി അദ്ദേഹം കൂടി ഉള്ള ഒരു യോഗത്തിൽ തീരുമാനമെടുത്താൽ മതി, നീട്ടിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ജയരാജനെ രക്ഷപ്പെടുത്താൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുചര സംഘവും ശ്രമിച്ചപ്പോൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരു സ്റ്റാൻഡ് എടുത്തു. ആ ഒരൊറ്റ സ്റ്റാൻഡാണ് ഇന്ന് അദ്ദേഹത്തെ ശാസിക്കാൻ, ശ്രീമതിയെ ശാസിക്കാൻ പാർട്ടി എടുത്ത തീരുമാനം. പക്ഷെ ഒരു കാര്യം നികേഷ് ആലോചിക്ക്, ഇതുപോലെ വിവാദമുണ്ടാക്കിയ മറ്റൊരു കേസല്ലേ SNC ലാവലിൻ കേസ്? അന്ന് ജനറൽ സെക്രട്ടറി ആരാ? യെച്ചൂരി അല്ല, പ്രകാശ് കാരാട്ട്. കാരാട്ടിന് മുമ്പിൽ ഈ പ്രശ്നം വന്നപ്പോൾ അഴിമതിക്കെതിരെ ഒരു നിലപാടെടുക്കാൻ അന്ന് കാരാട്ട് തയ്യാറായോ? ഒരു വിചാരണ കോടതി വിചാരണ കൂടാതെ ഒരു കുറ്റപത്രം റദ്ദാക്കി ഇന്ന് പ്രോസിക്യൂഷൻ നടക്കണമെന്ന് വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ഇന്നിതാ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു, പ്രോസിക്യൂഷന് വിധേയമാകണം. അതുപോലെ പിണറായി വിജയന്റെ കേസിൽ വാദം നടക്കുക. അപ്പൊ പിണറായി വിജയനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇവർക്ക് അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ എന്താ അവകാശം? ഇന്ന് യെച്ചൂരിക്ക് അതിനുള്ള അവകാശമുണ്ട്. കാരണം യെച്ചൂരി ശക്തമായ നിലപാടെടുത്തു. കേരള നേതാക്കന്മാരുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യെച്ചൂരി ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അവിടെയും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദവും ജയരാജനെ സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടി. ആ പോരാട്ടത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സീതാറാം യെച്ചൂരി നിലപാടെടുത്തത്. യെച്ചൂരിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേസമയം ജയരാജൻ എന്ന അഴിമതിക്കാരനെ രക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടി പരാജയപ്പെട്ട പിണറായി വിജയത്തിന്റെ സംഘത്തോട് ഞാൻ സഹതാപം രേഖപ്പെടുത്തുകയും ചെയ്യും. ശ്രീ NP ചേക്കുട്ടി, തുടരന്വേഷണം
വേണോ എന്ന കാര്യത്തിൽ വിജിലൻസിന് തീരുമാനമെടുക്കാം, സാധ്യത ഇല്ല എങ്കിൽ എഴുതിത്തള്ളാം എന്നാണ് ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ജേക്കബ് തോമസിനെ നീക്കിയത് പോലും ഇ.പി. ജയരാജനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. അതൊരു രാഷ്ട്രീയ ആരോപണമായി നിൽക്കുകയാണെങ്കിൽ തന്നെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിധി വരാൻ സ്വാഭാവികമായി ആ ഭരണകൂടം കാത്തിരിക്കുകയാണ് ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇനി ഇ.പി. ജയരാജൻ്റെ കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ ഇടയാക്കുന്നില്ല. ഒന്നത്. രണ്ട്, നേരത്തെ തന്നെ ഇപ്പോൾ പാലക്കാട് പ്ലീനം ചേർന്നപ്പോൾ അന്ന് ഒരു സൂര്യ ഗ്രൂപ്പിൻ്റെ പരസ്യം ദേശാഭിമാനിയിൽ വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. പ്ലീനത്തിൻ്റെ ആവേശം മുഴുവൻ കെടുത്തിക്കളഞ്ഞു എന്ന നിരീക്ഷണം ആ സമയത്തുണ്ടായിരുന്നു. രണ്ടാമത് ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു ആക്ഷേപം വന്നപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ് ഇ.പി. ജയരാജൻ. അപ്പോൾ ഒന്ന്, ഇങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെയും ഉണ്ടാകുമ്പോൾ അതിന് ശ്രീ പി ജയരാജനെ പോലുള്ള നേതാക്കൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല, പാർട്ടിയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്ര കണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അപകടത്തിൽ പെടാൻ അദ്ദേഹത്തിന് കാരണമാകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ജയരാജന് 77-78 കാലം മുതൽ അറിയാം. യഥാർത്ഥത്തിൽ പിന്നെ CPM-നെ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, വളരെ വയലൻ്റ് ആയിട്ടൊരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ആ പാർട്ടി അവിടെ നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിക്കകത്തുള്ള ആ ലെഡ് കലർന്ന വെടിയുണ്ട യഥാർത്ഥത്തിൽ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു കാരണമായിരിക്കുന്നത് ആ സംഭവം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഒരു എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ട് നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് കാണുന്നത് പലപ്പോഴും ഒരു അഴിമതിയുടെ ഭാഗമായിട്ടോ അങ്ങനെ ഏതെങ്കിലും അഴിമതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടോ ഞാനതിനെ കാണുന്നില്ല. ഈ സംഭവങ്ങളിൽ സ്വജനപക്ഷപാതത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എന്നിരുന്നാലും ദേശാമാനിയുടെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേശാമാനിയുടെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ ഈ വിവിധ മാധ്യമങ്ങൾ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കേരളം പോലൊരു സ്ഥലത്തൊരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകേണ്ടത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. കിട്ടുന്ന പരസ്യങ്ങൾ വാങ്ങിച്ച് പത്രത്തിലാണെങ്കിൽ പത്രത്തിൽ TV-യിലാണെങ്കിൽ ഇടും, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അത് ഒരു ആരോപണമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നടപടികൾ വരും. ഇതിനപ്പുറത്തേക്ക് വ്യക്തിഗതമായ ഒരു കറപ്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ദേശാഭിമാനിയിൽ നടത്തിയത് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തെറ്റായ നടപടി എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ കുടുംബത്തിലുള്ള ആളുകൾക്ക് പിന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തത് തെറ്റ് തന്നെയായിരുന്നു, അത് തിരുത്തിയിട്ടുണ്ട്. അതിനപ്പുറം ജയരാജനെ പോലൊരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം വളരെ ഉന്നതമായ പദവിയിലുള്ള ആളാണ്, ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ആ നിലയിൽ അദ്ദേഹത്തിനെ ശക്തമായി താക്കീത് ചെയ്യുന്നത് വഴി തന്നെ വളരെ കർശനമായിട്ടുള്ള ഒരു മെസ്സേജാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജയരാജനെ എന്താ പറയുക കുരിശിൽ കയറ്റുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് പാർട്ടിയോ പൊതുസമൂഹമോ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരത്തിലൊരു തെറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുമില്ല. ഡോക്ടർ കെ എസ് ഡേവിഡ്, ഇ.പി. ജയരാജനെ പോലെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച മറ്റൊരു നേതാവ് ഇന്നത്തെ ചരിത്രത്തിലുണ്ടാവും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു വെടിവെപ്പുണ്ടായി. ആ ഉണ്ടയുടെ ഒരു ഭാഗം അദ്ദേഹം ശരീരത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു പോകുന്നു. ഒരുപക്ഷെ CPM-ൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രതിരോധത്തിലൂന്നിയ നിലപാടെടുത്ത് മുന്നോട്ട് പോയത് ഇ.പി. ജയരാജനായിരുന്നു. മറ്റൊരാളെ നമുക്ക് ആ സമാനമായ വിധത്തിലോ അല്ലെങ്കിൽ അതിൽ തൊട്ട് താഴെ പോലും ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. എന്നിട്ടും ഇ.പി. ജയരാജനെതിരെ മാത്രം തുടർച്ചയായി നടപടി ഉണ്ടാകുന്നു. എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം? ഒരു കാരണം, അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വരുംവരായകളെക്കുറിച്ചൊക്കെ പലപ്പോഴും ചിന്തിക്കാതെ നടത്തുന്നതുകൊണ്ട് അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതൊരു അഴിമതിയായിട്ട് ശ്രീ ചേക്കുട്ടി, വളരെ പരിചയസമ്പന്നനായ ജേർണലിസ്റ്റ് ചേക്കുട്ടി പറഞ്ഞ പോലെ, ഇത് ഒരു അഴിമതിയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു തീരുമാനമാണത്. ഈ അഴിമതിയെപ്പറ്റി നേരത്തെ എൻ്റെ സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു സുന്ദരിയുടെ പാവാടച്ചരടിൽ കേരള ഭരണം മുഴുവൻ കെട്ടിയിട്ടുകൊണ്ട് ഭരിക്കപ്പോൾ ഇവർക്കൊന്നും ഈ കുറ്റബോധമൊന്നും തോന്നിയില്ല, ഈ അഴിമതിയെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടായില്ല. ഇപ്പോഴാണ് അഴിമതിയെപ്പറ്റി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നത്. അന്ന് പറയാനവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഇതിനേക്കാൾ വലിയ അഴിമതികൾ നടന്നു. എത്ര മന്ത്രിമാരുടെ
ആ ബന്ധുക്കളെ പേഴ്സണൽ സ്റ്റാഫ് പോട്ടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ നിയമിച്ചു. ഒരു 12 പേരുടെ ചരിത്രം ഞാൻ പറയാം. ഇതൊന്നും അഴിമതിയായിട്ട് അന്ന് ആരും കണ്ടില്ല. ഇപ്പോഴാണ് ഇതൊരു അഴിമതിയായിട്ട് കണ്ടത്. അത് തിരുത്തുകയും ചെയ്തു. അത് മനസ്സിലാക്കാൻ പറ്റാതെ ഈ വേദോപദേശം നടത്തുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് തോന്നുന്നു. UDF കാലത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അഴിമതി കഥകളാണ്. പക്ഷേ ഈ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ ഒരു ആരോപണം പോലും പേരിന് ഉന്നയിക്കാനില്ല. ഈ നിലയിലുള്ള ചില നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എന്താണ് UDF, എന്താണ് LDF എന്ന് വേർതിരിക്കുന്നുണ്ടോ? അല്ല, ഇപ്പം LDF കേരളത്തിൽ ഭരണാധികാരം ഏറ്റെടുത്തിട്ട് 1 വർഷം പൂർത്തിയാകാൻ 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് നടന്ന അഴിമതി ആരോപണങ്ങൾ, അവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള അന്വേഷണം എവിടം വരെയായി? ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരാളെ കൺവിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു? ഈ ഗവൺമെൻറ് ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്ന് അടിസ്ഥാനരഹിതമാണെന്ന് കോടതി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്ന് ഡേവിഡേ, നിങ്ങൾ ഈ പറയുന്ന സരിതയുടെ പാവാടയ്ക്കടിയിൽ മാർക്സിസ്റ്റ് പാർട്ടി 1 കോടിയായി പോയി. എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ ഗവൺമെൻറ് ഒന്ന് താഴെ ഇറക്കാൻ സഹായിച്ചാൽ ഇത്ര കോടി കൊടുക്കാമെന്ന് അവൾ തന്നെ ഇൻ്റർവ്യൂ നടത്തി. ഇന്ത്യ ടുഡേയുടെ കോപ്പി വേണേ ഡേവിഡിന് തരാം, കൊണ്ടുപോയി വായിച്ചു നോക്ക്. ഏത് നേതാവാണ് പോയത്? എത്ര കോടിയാണ് ഓഫർ ചെയ്ത്? അപ്പോൾ അഭിസാരികയുടെ വീട്ടിൽ പണക്കെട്ടുമായി പോയി ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നാണം കെട്ട പണി നടത്തിയ ഒരു പാർട്ടിക്ക് വേണ്ടി അങ്ങേക്ക് വക്കാലത്ത് ഏറ്റെടുക്കേണ്ടി വന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. ആ ഇന്ത്യ ടുഡേയുടെ കോപ്പി തരാം. അവൾ നടത്തിയ ഇൻ്റർവ്യൂവിൽ ആ അഭിസാരിക പറഞ്ഞിരിക്കുന്നു, എൻ്റെ വീട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ന നേതാവ് ഇത്ര കോടിയുമായി വന്നു. എന്തിനാ? ഒരു മുഖ്യമന്ത്രിയെ ക്രൂശിക്കാൻ. അപ്പോൾ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കും. അപ്പോൾ കഴുതക്കാലം മാത്രമല്ല, വേശ്യയുടെ കാലം പിടിക്കും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ ഒരു പ്രയോഗം ഈ ഘട്ടത്തിൽ ശരിയാണോ എന്നറിയില്ല. ഡോക്ടർ KS ഡേവിഡ്, അദ്ദേഹത്തിന് ആരോപണങ്ങൾ ഉന്നയിക്കാം, സംശയമൊന്നുമില്ല. കാരണം ആർക്കും എന്തും പ്രസ് കോൺഫറൻസ് നടത്തി പറയാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ. പക്ഷേ വളരെ കൃത്യമായിട്ട് കോടതികളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസുകളിൽ പോലും തെളിയിക്കപ്പെടാൻ പോകുന്ന പല കേസുകളും നിങ്ങൾ പറഞ്ഞ ആ സ്ത്രീ നടത്തിയ ഇന്റർവ്യൂ, ഐ വിൽ പ്രസന്റ് ദ കോപ്പി ബിഫോർ യു. ആ സ്ത്രീ നടത്തിയ ഇന്റർവ്യൂവിന്റെ കോപ്പി ഇന്ത്യ ടുഡേ ഐ വിൽ പ്രസന്റ് ബിഫോർ യു. ആരോപണ വിധേയായ ഒരു സ്ത്രീ നടത്തുന്ന ഇന്റർവ്യൂവിന് എന്ത് പ്രസക്തിയുണ്ട്? ഇന്ന നേതാവ് വന്ന് ഇത്ര കോടി. ആരോപണ വിധേയായ ഒരു സ്ത്രീ നടത്തിയ ഒരു ഇന്റർവ്യൂവിന് എന്താണ് പ്രസക്തി? നടത്തിയ എന്ത് പ്രസക്തി? നിങ്ങൾ സരിതയുടെ പേരും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി? ഞാൻ സരിതയുടെ പേര് പറഞ്ഞില്ല, ഞാനൊരു സുന്ദരിയുടെ കാര്യം പറഞ്ഞുള്ളൂ. സരിതയുടെ പേര് ഞാൻ പറഞ്ഞില്ല. പിന്നെ ആരുടെ പേരാ പറഞ്ഞ? കുട്ടമത്തോമനയുടെ. ഞാനൊരു സുന്ദരിയുടെ കാര്യം പറഞ്ഞു. അത് നിങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് അതിന്റെ പിന്നിലുള്ളതെന്ന്. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് അവർക്ക് ശരിക്കും മനസ്സിലാവും ഡേവിഡ് ആരെ കുറിച്ചാ പറയുന്നേ. നിങ്ങൾക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഈ കേരളം മുഴുവൻ 5 വർഷം ചർച്ച ചെയ്ത കുറ്റാരോപണങ്ങളാണത്, അഴിമതി കഥകളാണത്. അതിന് 100 കൂട്ടം തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നു, കോടതിയിൽ കേസ് കിടക്കുന്നു. അതെങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റും? ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്ന അഭ്യാസം നടക്കില്ല. കേരള ജനത സമ്മതിക്കില്ല. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള തെളിവാണ് കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടത്. ഈ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു കാരണം അതാണ്. NP ചേക്കുട്ടി, പിണറായി വിജയൻ മന്ത്രിസഭയുടെ തുടക്കകാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മന്ത്രി എന്നുള്ള നിലയിൽ CP ജയരാജൻ ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. ഇന്നിപ്പോൾ 11ാം മാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള വിക്കറ്റ് വീഴ്ചകൾ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ വിക്കറ്റ് വീഴ്ച ശരിയാവണ്ണം കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ് തന്നെയല്ലേ അതിൻ്റെ ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. EP ജയരാജൻ ഒരു പ്രായോഗികവാദിയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നയാളാണ്. ആ ആളുടെ കാര്യത്തിൽ പാർട്ടി തനിക്ക് സംരക്ഷണം നൽകാത്ത കാര്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുണ്ടാവുക, ദുഃഖിച്ചിട്ടുണ്ടാവുക EP ജയരാജനാണ്.
അപ്പോൾ ആ കാര്യത്തിൽ കുറച്ചുകൂടി അവധാനത ഇ.പി. ജയരാജൻ ഉണ്ടാകണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. പാർട്ടി കൂടി അത് കുറച്ചുകൂടി ഭദ്രമായി കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ, കാരണം ഇതെല്ലാം തന്നെയും പാർട്ടി കമ്മിറ്റികൾ വഴിയാണ് പോകുന്നത്. പി.കെ. ശ്രീമതി പോലും പറയുന്നത്, ഞാൻ കോടിയേരിയോട് പറഞ്ഞിരുന്നു, കോടിയേരിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നിയമനത്തിന് മൗനസമ്മതം നൽകിയത് എന്നാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഉണ്ടാകാത്ത അവധാനതയ്ക്ക് ആരാണ് കുറ്റമേൽക്കേണ്ടത്? ഞാൻ ഇതിൽ ജയരാജനെ മാറ്റി നിർത്താൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും ആളുകൾ ഒരു ശ്രമം നടത്തി എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പാർട്ടി ജയരാജൻ ഒരു നമ്പർ 2 ആയിട്ട് വരുന്നത് ഒഴിവാക്കാൻ ഒരു പക്ഷേ പല കോടിയേരി അടക്കമുള്ള ആൾക്ക് അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ജയരാജൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. പക്ഷേ അതിന് കാരണമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജയരാജൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ പല അന്തരീക്ഷവും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് അദ്ദേഹം നയിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടിക്ക് കഴിയില്ല. ജയരാജൻ്റെ ഭാഗത്തുണ്ടാകുന്ന പെശകുകളെ തിരുത്താൻ പാർട്ടി ബാധ്യസ്ഥമാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിരുത്തൽ പ്രക്രിയയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നടന്നത്. ഇനിയുള്ള പ്രശ്നം കോടതിയിലുള്ള കേസുകളും ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞാൽ ജയരാജന് വേണമെങ്കിൽ തിരിച്ചു വരാം. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരുന്നതിനുള്ള തടസ്സങ്ങൾ വളരെ പരിമിതം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ജയരാജൻ കൽപ്പാന്തകാലത്തോളം മന്ത്രിസഭയിൽ നിന്നും പൊതുരംഗത്തൊന്നും മാറി നിൽക്കണം എന്നൊന്നും ആരും പറയില്ല. ഒരു തിരുത്തൽ ആവശ്യമായിരുന്നു. ചില തെറ്റുകൾ സംഭവിച്ചിരുന്നു. ആ തെറ്റുകൾ സംഭവിക്കാനിടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയ ജയരാജൻ തന്നെയാണ്. അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ന്യായീകരണമല്ല. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. എങ്ങനെ കുടുംബക്കാർക്ക് മറ്റേ വേറെ ആളുകളൊക്കെ ഇരിക്കെ തന്നെ ജോലി അപ്പോയിൻമെന്റ് അടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? 4-5 ആളുകൾ ആ സീറ്റിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റ് തന്നെയാണ്. അത് തിരുത്തി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഉള്ള കാര്യത്തിൽ ജയരാജൻ തിരിച്ചു വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം, പൊതുസമൂഹത്തിന്റെ പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പരസ്യമായിട്ട് അദ്ദേഹത്തെ താക്കീത് ചെയ്തിട്ടുണ്ട്. കോടതിയിലുള്ള കാര്യങ്ങൾ കോടതി സ്വാഭാവികമായിട്ടും അധികം വൈകാതെ ആ കേസുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നത്. NPSN തിരിച്ചുവരവിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ തിരിച്ചുവരവിന്റെ തടസ്സങ്ങൾ പരിമിതമാണ് എന്നാണ് ശ്രീ NP ചേക്കുട്ടി പറയുന്നത്. ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ VS അച്യുതാനന്ദൻ കാലത്ത് തന്നെ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടയാളായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതുണ്ടായില്ല. പിണറായി വിജയൻ മന്ത്രി ആയപ്പോൾ സ്വാഭാവികമായും 2ാം സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടു. ഇ.പി. ജയരാജനോട് തിരിച്ചുവരവ് നമുക്കറിയാം. ഇ.പി. ജയരാജനെതിരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, വിജിലൻസ് കേസ് അദ്ദേഹത്തിനെതിരെ എടുത്തു. ഇന്നിപ്പോൾ താക്കീത് നൽകി പാർട്ടി നടപടിയും പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഏതെല്ലാം തരത്തിലൊരു CPM-കാരന് അച്ചടക്ക നടപടി നേരിടണോ ആ തരത്തിലെല്ലാം അച്ചടക്ക നടപടി നേരിട്ടു. ഇനിയൊരു തിരിച്ചുവരവ് ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ? നിലവിലുള്ള സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ മുൻകാലങ്ങളിൽ വിഭാഗീയത വലിയ തോതിൽ സഹായകരമായി തീരുമായിരുന്നുവെങ്കിൽ ഇന്ന് കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ട് അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ നിലപാടെടുക്കുന്നു എന്ന് പൊതുസമൂഹത്തെ കാണിക്കുക എന്ന് പറയുന്ന വലിയ ഒരു ഷോ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ നിന്നൊക്കെ എല്ലാ തരത്തിലും അഗ്നിശുദ്ധനായി തിരിച്ചു വന്നാൽ പോലും CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയൊരു താക്കീതിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ കെ എസ് ഡേവിഡ്, മാധ്യമങ്ങൾ എങ്ങനെ നിയന്ത്രണം പാലിക്കണം? നമുക്കറിയാം, സ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ നിയന്ത്രണമില്ലാതെ പോയി തുടങ്ങിയിരുന്ന കാലഘട്ടത്തിലാണ് മംഗളം ടെലിവിഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മന്ത്രിയെ സ്റ്റിംഗ് ചെയ്യുകയും അതിന് മംഗളം തന്നെ കുറ്റമേൽക്കേണ്ടി വരികയും ഇപ്പോൾ ജേർണലിസ്റ്റുകൾ പോലും ജയിലിലാവുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ എവിടെയാണ് റെഡ് ലൈൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നവർക്കോ ഒരു രൂപം ലഭിച്ചു എന്ന് വേണം കരുതാൻ? ഇത് ഈ സമീപ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ദിനകരൻ്റെ 2 നടപടികൾ, ഒന്ന് വോട്ടർമാർക്ക് പണം കൊടുത്തത്, 2 ഇലക്ഷൻ കമ്മീഷനെ തന്നെ ബ്രൈബ് ചെയ്യാനുള്ള ശ്രമം, ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെ ബന്ധു നിയമനം, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടുതൽ പ്രതീക്ഷ നമുക്കുണ്ടാക്കുന്നുണ്ടോ? എന്താണ് ജനാധിപത്യം, എങ്ങനെയായിരിക്കണം എന്നെ സംബന്ധിച്ച്? മാധ്യമങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ രാജ്യത്ത് പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പല കേസും നിങ്ങൾക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് മാധ്യമങ്ങളാണ്. ഒരു കേന്ദ്ര സർക്കാരിൻ്റേതായാലും അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള മാധ്യമങ്ങളാണ്.
അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ തന്നെ അത് വ്യക്തിപരമാകാതിരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു സീമ ലംഘിക്കാതിരിക്കാനും അവർ ശ്രദ്ധിക്കണം. കാരണം മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ റേറ്റ് കൂട്ടാൻ വേണ്ടി എന്തും കൊടുക്കാമെന്നൊരു സ്ഥിതി ഇന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനറിയാം എന്തെല്ലാം തരത്തിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ പീഡിപ്പിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്നു കയറാതെ അത് കൃത്യമായി അവലോകനം ചെയ്ത് പഠിച്ച് ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ ഒരു കാര്യമാണത്. ആരോപണങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കും, അഗ്നിശുദ്ധി വന്നാൽ തിരിച്ചെടുക്കും. ഇത് നമ്മുടെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് PJ ജോസഫിൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹത്തിൻ്റെ കേസ് കഴിഞ്ഞ് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് വിധി വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുത്തു. ഇതൊരു ഇടതുപക്ഷ സംസ്കാരമാണ്. ഇടതുപക്ഷത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രീ NP ചേക്കുട്ടി, പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അന്നു മുതൽ ഇനി അടുത്ത ലീഡർഷിപ്പ് ആരിലേക്കായിരിക്കും എന്നത് സംബന്ധിച്ച് അകത്തളങ്ങളിൽ വലിയ തലത്തിലുള്ള ചർച്ചകൾ നടക്കുകയും അതിൻ്റെ ഒരു ഔട്ട്കം എന്നുള്ള നിലയിൽ EP ജയരാജൻ്റെ പുറത്താക്കലും മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നീട് രണ്ടാം സ്ഥാനക്കാരനെ നിശ്ചയിക്കുന്നതിലും ഒക്കെ അത് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല. കാരണം പിണറായി വിജയൻ ഏതെങ്കിലും കാരണവശാൽ മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട്. ഹൈക്കോടതി അടുത്ത ആഴ്ച എന്ത് പറയുന്നു എന്ന് നമുക്കറിയില്ല. ഹൈക്കോടതി പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് രണ്ടാമതും പുനർവിചാരണയ്ക്ക് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കേസ് വിചാരണയ്ക്ക് വരികയാണെങ്കിൽ പിണറായി വിജയന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. കാരണം ഗൗരവമുള്ളൊരു കേസാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ആരായിരിക്കണം ആ സ്ഥാനത്തേക്ക് വരിക എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു വിഷയം പക്ഷേ ഇവിടെയുള്ള ജയരാജനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ജയരാജനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായത് ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്ക് ആധാരമായ വിഷയങ്ങൾ ഒന്നും ഉൾപാർട്ടി പ്രശ്നങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സാധ്യതകളുമായിട്ടോ ബന്ധപ്പെട്ടതേ അല്ല. അത് അദ്ദേഹത്തിന് പറ്റിയ ചില കൈപ്പിഴകളാണ് അദ്ദേഹത്തിനെ ആ ഒരു കുരുക്കിൽ ചെന്ന് ചാടിച്ചത്. ആ കൈപ്പിഴകളിൽ പാർട്ടി കർശനമായ നടപടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു തിരുത്തൽ പ്രക്രിയയും പൂർത്തിയായിട്ടുണ്ട്. പിണറായി വിജയൻ മാറേണ്ട സാഹചര്യം വന്നാൽ ആരാവണം എന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അത് കേരളത്തിലുള്ള 2-3 നേതാക്കൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആരായിരിക്കണം ഒരു പുതിയ മുഖ്യമന്ത്രി എന്ന് വരികയാണെങ്കിൽ ആ വിഷയം PB തന്നെയാണ് ആലോചിക്കേണ്ടത്. അക്കാര്യത്തിൽ ഇവിടെയുള്ള ഗ്രൂപ്പ് തലത്തിലോ വിഭാഗീയതയുടെ തലത്തിലോ ഉള്ള ആലോചനകളും അജണ്ടകളും ഒരിക്കൽ പോലും പാർട്ടിയെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ സർക്കാരിൻ്റെ 1ാം വാർഷികം ആകാൻ പോവുകയാണ്. ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയ, പോലീസിന് സ്വാതന്ത്ര്യം നൽകിയ, അഴിമതി ആരോപണങ്ങളില്ലാതെ പരമാവധി സുതാര്യത പാലിച്ച ഒരു സർക്കാർ തന്നെയല്ലേ ഇത്? ഇതൊക്കെ കേരളത്തിലെ പൊതുജന സമൂഹത്തോട് നികേഷ് പറയരുത്. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2016 അധികാരമേറ്റെടുത്ത ഈ ഗവൺമെൻറ് 10 മാസക്കാലം പൂർത്തിയാക്കിയപ്പോൾ ഈ ഗവൺമെൻറ് 30,000 ആളുകൾ എതിരായിട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ അതിൽ നിന്ന് തന്നെ ഈ ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ജയരാജനെ കുറിച്ചാണ്. ജയരാജൻ അഴിമതി നടത്തി പണം ആർജിച്ചെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും സാമ്പത്തിക ദുർവിനിയോഗം ചെയ്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ UPA ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ ലോക്പാൽ നിയമം പാസ്സാക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അവതരിപ്പിച്ചൊരു രേഖയുണ്ട്. ആ രേഖ അവർ പരസ്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. ആ പുറത്തുവിട്ട രേഖയിൽ പറയുന്നത് അഴിമതിയുടെ നിർവചനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം. മാത്രമല്ല, അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രി സ്വജനപക്ഷപാതം നടത്തിയാൽ, അധികാര ദുർവിനിയോഗം നടത്തിയാൽ, ബന്ധുക്കൾക്ക് നിയമനം കൊടുത്താൽ, അത് കണ്ടുപിടിച്ചാൽ ബന്ധു നിയമനം മുഴുവൻ റദ്ദാക്കണം. നമ്പർ 1. നമ്പർ 2, മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കണം. നമ്പർ 3, മന്ത്രിക്കെതിരെ കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകണം. ഇത് കോൺഗ്രസ് പറയുന്നതല്ല. മാർക്സിസ്റ്റ് പാർട്ടി ലോക്പാൽ നിയമവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നൽകിയ മാർക്സിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി പുറത്തുവിട്ടു. അല്ല, ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പോ സ്വജനപക്ഷപാതം നടത്തി, സത്യപ്രതിജ്ഞാലംഘനം നടത്തി, അധികാര ദുർവിനിയോഗം നടത്തി, ബന്ധുവിയനം നടത്തി, ആളെ രാജിവെപ്പിച്ചു. രാജിവെപ്പിച്ച ആള് കുറ്റം ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ രാജിവെപ്പിച്ച ആളുകൾ തന്നെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ
കൂടുതൽ തെളിവ് ഹാജരാക്കേണ്ട ആരാ? കേരള പോലീസല്ലേ. കേരള പോലീസിന് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ ഇത് എഴുതി തള്ളാനാ കോടതി പറഞ്ഞത്. അപ്പോൾ കോടതി തെളിവ് ഹാജരാക്കേണ്ട കോടതിയല്ലല്ലോ, കോടതി നേരിട്ടാണോ തെളിവുകൾ ഉണ്ടാക്കുന്നത്? തെളിവുകൾ ഗവൺമെന്റിനോട് ചോദിച്ചു. നിങ്ങൾക്ക് കൂടുതൽ ഗവൺമെന്റിന് തെളിവുകൾ ഹാജരാക്കാൻ ആകുന്നില്ലെങ്കിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്യാൻ കോടതി പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, അന്നേരത്തെ വികാരം ശമിപ്പിക്കാൻ രാജിവെപ്പിച്ചു. രാജിവെപ്പിച്ച ആളെ രക്ഷപ്പെടുത്താനുള്ള പണി ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തുടരുക. ഡോക്ടർ കെ എസ് ഡേവിഡ്, ജയരാജന് എതിരായിട്ടുള്ള ബന്ധു നിയമന കേസ് ഹൈക്കോടതി ഈ മാസം ഏതാണ്ട് റദ്ദു ചെയ്യുകയാണ് ചെയ്തത്. തുടരന്വേഷണം വേണോ എന്ന കാര്യത്തിൽ വിജിലൻസിന് നിരീക്ഷണം എടുക്കാം. ഒരുപക്ഷെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് പോലീസ് കൊടുക്കുന്ന തെളിവിനനുസരിച്ചല്ലേ കോടതിക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ എന്നാണ്. പക്ഷെ കോടതി സ്വതന്ത്രമായി തെളിവുകൾ പോലീസ് പിടിച്ചു വെക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കള്ളസത്യവാങ്മൂലം നൽകുകയാണ് എങ്കിൽ കോടതി സ്വതന്ത്രമായി അക്കാര്യത്തിൽ ഇടപെടാറുണ്ട്. പകരം അങ്ങനെ ഒരു ഇടപെടൽ നടത്താതെ ജയരാജനെതിരായിട്ടുള്ള കേസ് റദ്ദ് ചെയ്യണമെന്നതിന് സമാനമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്. ഇ പി ജയരാജൻ പോയി, പിന്നെ മറ്റൊരു എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന വേറൊരു മന്ത്രിയും പോയി. ഈ മന്ത്രിസഭയ്ക്ക് യഥാർത്ഥത്തിൽ പുതുതായി വന്ന മന്ത്രിമാരടക്കമുള്ളവർക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടോ? ആ നിലയിൽ ഇടതുമുന്നണി എല്ലാം ശരിയാക്കി തുടങ്ങിയിട്ടുണ്ടോ? ഇന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് പോലും പറയുന്നത് ആ നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത്, ഇങ്ങനെ പോയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ തെളിവുകൾ നൽകുന്നതിൽ അപര്യാപ്തതകളുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ കക്ഷി ചേരാവുന്ന കേസാണിത്. ആവശ്യമായ തെളിവുകൾ കോടതിക്ക് മുമ്പേ കൊണ്ടുവരികയും അദ്ദേഹം തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യാം. അതല്ലാതെ നമ്മൾ ഈ ചാനലിൽ നിന്ന് പറയുന്നത് കാര്യമില്ല. തെളിവുകൾ കോടതിയുടെ മുമ്പിൽ എത്തിക്കണം. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലഭിക്കുന്ന തെളിവുകളാണ് പ്രാധാന്യം. നമ്മൾ കേട്ടുകേൾവിയോ ചാനൽ വരുന്ന ചർച്ചകളോ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൽ കേസിൽ കക്ഷി ചേരുകയാണ് വേണ്ടത്. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്ത് നടക്കുന്ന ഈ തകരാറുകളെല്ലാം ഒരു പർട്ടിക്കുലർ സർക്കാരിൻ്റെ മാത്രമല്ല, മൊത്തം ജനങ്ങളുടെ പ്രശ്നമാണ്. അതിൻ്റെ ഒരു സെഗ്മെൻറ്റാണ് സർക്കാർ. അപ്പോൾ അതുകൊണ്ട് ചില അപാകതകൾ, അപര്യാപ്തകൾ ഉണ്ടാവും. പക്ഷേ അത് തിരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഈ തിരുത്താനുള്ള ശക്തി, ആ ആർജവമാണ് ഈ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന കുഴപ്പങ്ങളല്ലാതെ അത് ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ തിരുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ഉള്ള ശ്രമം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന അപകടം അതല്ല. എല്ലാ രാഷ്ട്രീയക്കാരും മോശമാണെന്നുള്ളൊരു ധാരണ പരത്താനായിട്ട് ഈ ചാനലുകാരും മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളിലും അഴിമതിയുടെ കളങ്കമില്ലാത്ത, തൊട്ട് തീണ്ടാത്ത ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും അഴിമതിക്കാരാണെന്ന് ധാരണ വരുത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരും അഴിമതിക്കാരാണ്, അതുകൊണ്ട് ഈ രാജ്യം നശിച്ചുകൊണ്ട് പോകുന്നു എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത്തരം ചിന്തകൾ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വി എസ് അച്യുതാനന്ദൻ പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടൊരു കാര്യവുമില്ല എന്നാണ്. കാര്യങ്ങൾ പോലീസിൻ്റെ അടക്കമുള്ള നയങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് വി എസ് അച്യുതാനന്ദന് സമർപ്പിക്കാനുള്ളത്. നേരത്തെ 2 വിക്കറ്റ് പോയത്, പിന്നീട് ഈ ഗവൺമെൻറ്റിന് വേഗം പോരാ എന്നുള്ള നിരീക്ഷണം പാർട്ടി കമ്മിറ്റികൾ തന്നെ നടത്തിയത്, പിന്നീട് മഹിജ സംഭവം, അക്കാര്യത്തിൽ നടത്തിയ കടുംപിടുത്തം, 12ാം മാസത്തിലേക്ക്, 1ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലെ പ്രതീക്ഷകൾ പരിപാലിച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പെർഫോമൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പരാതികളുണ്ട്, ഒരുപാട് നിരാശകളുണ്ട്. കാരണം ഈ സർക്കാർ പറഞ്ഞിരുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അതിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഈ 2 പേര് രാജിവെക്കാനിടയാക്കിയ സാഹചര്യങ്ങളൊന്നും സർക്കാരിൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിയുടെ പ്രശ്നമല്ല. പക്ഷേ തിരുത്തലുകൾ വളരെ അടിയന്തരമായിട്ട് വേണ്ടതാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന തെറ്റുകൾ വളരെ ഗൗരവമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര ലീഡർഷിപ്പും അടക്കം ആലോചിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് ഇന്നിപ്പോൾ 10ഓ 18ഓ വകുപ്പുകളുടെ ചുമതലയുണ്ട്. അതിന് പുറമെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന വളരെ സങ്കീർണമായ വകുപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അദ്ദേഹം വലിയ കുഴപ്പത്തിൽ ചെന്നയാടും. കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം
ചെയ്യുന്നത്. അതിന് മുമ്പ് അങ്ങനെ തന്നെ മറ്റ് മന്ത്രിമാരാണ് കൈകാര്യം ചെയ്തത്. അപ്പം അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി വികേന്ദ്രീകരണം, കുറെ കൂടി എഫിഷ്യൻസി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി നടക്കുന്നില്ലെങ്കിൽ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാവും. ആ തരത്തിലുള്ള തിരുത്തലുകളിലേക്ക് പാർട്ടി പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ഗവൺമെന്റിനെ കുറിച്ച് ഒരു വർഷം പോലും ആകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷകൾ വെച്ചു പുലർത്താനുള്ള സൂചനകൾ ആദ്യ നാളുകളിൽ ലഭ്യമല്ലേ? ഒരിക്കലുമല്ല. ഈ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രവർത്തനം വളരെ നിരാശാജനകമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ചർച്ച ചെയ്യാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ ഒരു വിമർശനം അല്ലെങ്കിൽ പോലും ഒരു ആത്മവിമർശനമായി കണ്ടാൽ തന്നെ അറിയാം കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം മാർക്സിസ്റ്റ് അണികൾക്ക് പോലുമുണ്ട്. ഇപ്പൊ 7 ഉപദേശകരെയാണ് മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നത്. 7 ഉപദേശകരിൽ ഓരോ ഉപദേശകർക്കുള്ള ആക്ഷേപം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ മുന്നണി ഒരു ഇടതുപക്ഷ സ്വഭാവം കളഞ്ഞ് ഒരു വലതുപക്ഷ ചിന്താഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനങ്ങൾ എല്ലാ മേഖലകളിലും കഴിഞ്ഞ ഒരു വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗവൺമെന്റ് തികച്ചും നിരാശാജനകമാണ്. കേരളത്തിൽ സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുന്നു, സദാചാര ഗുണ്ടായിസം വർദ്ധിക്കുന്നു, പോലീസിന് നിരന്തരമായി വീഴ്ച പറ്റുന്നു. മാത്രമല്ല, പോലീസ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന പ്രശസ്തമായ ഒരു സെലിബ്രിറ്റി, ഒരു നടിയുടെ തട്ടിക്കൊണ്ടുപോകൽ, ആ തട്ടിക്കൊണ്ടുപോകലിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. ആ തട്ടിക്കൊണ്ടുപോയ ആൾ തന്നെ പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ്, ഈ കൊട്ടേഷൻ പൂർത്തിയാക്കാൻ സഹകരിക്കണം. മുഖ്യമന്ത്രി പറയുന്നു ഇതിലൊരു കൊട്ടേഷനും ഇല്ല, ഇതിലൊരു ഗൂഢാലോചനയില്ല, അവന്റെ ഭാവനയിൽ ഉയർന്നു വന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ആക്രമിച്ച കൊട്ടേഷന് നേതൃത്വം കൊടുത്തവൻ പറയുന്നു ഇത് കൊട്ടേഷനാണ്, മുഖ്യമന്ത്രി പറയുന്നു കൊട്ടേഷൻ. അപ്പോ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടത്തുന്ന സംഘങ്ങളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. താങ്കളുടെ കാഴ്ചപ്പാട് അവസാനമായി ഈ ഗവൺമെന്റിനോട് VS അച്യുതാനന്ദൻ ഇപ്പോൾ നേരത്തെ തന്നെ കലഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ടും കൊടുത്തിരുന്നു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന്. VS അച്യുതാനന്ദന്റെ അങ്ങനെ ഒരു വാദത്തിൽ കഴമ്പുണ്ടോ? അങ്ങനെ ഒരു പോക്ക് തന്നെ അപകടത്തിലായ ഒരു ഗവൺമെന്റ് ആണോ ഇത്? ചുരുക്കി തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ CPM ആഗ്രഹിക്കുന്ന തരത്തിലോ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ഈ സർക്കാരിന് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. ആ കാര്യം ഗവൺമെൻറ്റും അതുപോലെ പാർട്ടിയും ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വളരെയധികം കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും ഈ സർക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് വലിയ തരത്തിൽ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മിക്കവാറും VS അച്യുതാനന്ദൻ സ്വസിദ്ധമായ ശൈലിയിൽ ഈ ഗവൺമെന്റിന്റെ പോക്ക് പോരാ എന്ന് അതിശക്തമായിട്ട് പറയാനായിട്ട് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ NM പിയേഴ്സൺ, NP ചേക്കുട്ടി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ KS ഡേവിഡ് എൻ്റെ ചോര തിളക്കുന്നു എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നതുവരെ നമസ്കാരം.